ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളെ ബാൽക്കണി ഫുള്ള് ഒരു ഭയങ്കര ഇങ്ങനെ ഡേർട്ടി ആയി നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ചെടീന്റെ താഴേക്ക് ഇതൊക്കെ കിളിക്കൂടിന്റെ ഈ നെസ്റ്റൊക്കെ അത് വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ വലിയ മണി പ്ലാന്റ് ആണ്, നമ്മൾ കുറെ മുന്നേ മേടിച്ചതാ. അപ്പൊ അതും ഒക്കെ നമ്മൾ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ അപ്പുറത്തുള്ള ചെടികൾ ഇവിടെ യെല്ലോ വൈറ്റ് പറഞ്ഞ കുറെ പോട്ട് നമ്മളിങ്ങനെ വാളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് കോഴിക്കോട് പോയപ്പോ ആക്കിയില്ലല്ലോ, നനച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇത് മൊത്തത്തില് ഭയങ്കര ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മള് പുതിയ ചെടിയൊക്കെ നടുകയാണ്. പക്ഷെ ഇത് നമ്മള് പുതിയത് വാങ്ങുന്നതല്ല, നമ്മളെ താഴെ തന്നെ ഇതേപോലത്തെ പുതിയതുണ്ട്. അപ്പൊ അത് മീൻസ് അവിടെയുള്ള പ്ലാന്റ് നമ്മൾ ഇതിലേക്ക് മാറ്റി നടും. അങ്ങനെ അതേപോലെ വേറൊരു പ്ലാന്റ് ആണ്, അതും ഇതേപോലെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാം നാശമായിട്ടുണ്ട്. ഉള്ളില് തീരെ വെള്ളമൊന്നുമില്ല. അതോടെ മഴ തട്ടാത്തൊരു സ്ഥലമാണ്. അത് കാരണം എല്ലാ ഈ ഒരു ഇതും എടുത്തിട്ടുണ്ട്. എല്ലാ പോട്ടുകളും എടുത്തിട്ട് നമ്മൾ ശരിയാക്കാൻ പോവാണ്. അതെ, എല്ലാം മാറ്റിയിട്ട് പുതിയ പ്ലാന്റ് വെക്കാൻ പോവാണ്. ഇത് കണ്ടോ, ഇത് ഫുള്ള് അതിൽ അലങ്കോലായി നിൽക്കുന്നു. അതെ, എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതെ, ചിലത് എടുക്കുമ്പോ അതിന്റെ ഈ ലീഫുകള് ആയിട്ട് വേറെ ആയിട്ട് വരുന്നുണ്ട്. അത്രയും ഉണങ്ങിപ്പോയിട്ടുണ്ട്. യെസ്, നമ്മളിപ്പോ ഇത് എടുക്കാണ്. അപ്പൊ ഇത്രയും ചെടി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴല്ലേ നന്നായിട്ട് കാണുന്നേ. അപ്പൊ നമ്മള് ഈ ടെറസിലോട്ട് ആണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് വെക്കുന്നത്. ഒഴിഞ്ഞൊരു ഭാഗമുണ്ട് അവിടത്തേക്ക്, കാരണം മണ്ണൊക്കെ ആവും. പിന്നെ ഈ ഒരു മണി പ്ലാന്റിൽ കുറെ കുഞ്ഞു ഉണങ്ങിയിട്ടുള്ള ലീഫൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. കാരണം അതിൽ കുറെ നെസ്റ്റും കുഞ്ഞു കുഞ്ഞു നെസ്റ്റ് ഒക്കെ ഉണ്ട് കിളികൾ ഉണ്ടാക്കി. പിന്നെ അവിടെ എപ്പോഴും കിളികൾ വന്നിരിക്കും. അതെ, പിന്നെ ബാക്കിയുള്ള എല്ലാ ഈ പ്ലാന്റുകളും മാറ്റി വെച്ച പ്ലാന്റ് ഒക്കെ ഇതിലേക്ക് നട്ടു വെച്ചു. കാരണം ഇനി നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നും എടുക്കാമല്ലോ. പിന്നെ മഴയും നനയും. പിന്നെ ബാക്കിയുള്ള എല്ലാ പോട്ടിലും നമ്മൾ മണ്ണ് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറ്റാർവാഴയോ എല്ലാം ബാക്കി അവിടെ ഉണ്ടായിരുന്ന ആ 2 വൈറ്റ് പോട്ടിലും കറ്റാർവാഴ നട്ടു. അതിലുള്ള ചെടിയൊക്കെ ഒന്ന് ശരിയാക്കി അതിനെ മാറ്റി. പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു, മഴ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിക്ക് അവിടെ വെച്ചു. കാരണം അത് വീണ്ടും റെഡി ആവാൻ വേണ്ടിട്ട്. പിന്നെ ഇത് എന്റെ ഫേവറേറ്റ് 2 പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന്റെ അതിലൊരു നല്ല സ്മെല്ലുള്ള ഒരു മുല്ലേന്റെ ടൈപ്പ് ഒരു വൈറ്റ് പൂവായിരിക്കും. അതെ, ഇത് പിന്നെ താഴ്ന്ന് ചെടി പറിച്ചിട്ട് വന്നിട്ട് നമ്മള് മേലെ കൊണ്ടുവച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ താഴ്ന്ന ആവശ്യമുള്ള ചെടികളൊക്കെ എടുത്തിട്ട് വന്നു. പൊമ്മുച്ചെല്ലാം നടുകയാണ്. അതെ, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വൈറ്റില് വൈറ്റ്, ഗ്രീനില് അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട്. മാറ്റി മാറ്റി ഓരോ പ്ലാന്റും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും നന്നായിട്ട് വൃത്തിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. പ്ലാന്റ്സിന്റെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു പോട്ടൊക്കെ. ഇനി നമ്മൾ നേരെ അതിന്റെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പോട്ടുകളൊക്കെ ചളി പിടിച്ചതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തുടച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു വാളും എല്ലാം നമ്മളൊന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പ്ലാന്റിനെ കുറച്ച് കട്ടൊക്കെ ചെയ്ത് ഒന്ന് നീറ്റ് ആക്കിയിട്ടുണ്ട്. നേരത്തെ കണ്ടപ്പോൾ കുറച്ച് ഇങ്ങനെ നിന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നീറ്റാക്കി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. Thank you.